Hi everyone, welcome back to my classroom. Today's topic is profitability ratios based on investment. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പഠിച്ചു കഴിഞ്ഞു, ബട്ട് ഓൺ സെയിൽസ് ബേസിസ് ആയിരുന്നു. സെയിൽസിൻ്റെ ബേസിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എത്രയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇക്വേഷൻസ്, അതിലോരോ പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 7. Return on investment, return on shareholders fund, return on capital, equity capital, earning per share, dividend per share, dividend payout ratio, price earning ratio. ഇത്രയുമാണ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ദാറ്റ് മീൻസ് ROI എന്നുള്ള ഒരു ഷോർട്ട് ഫോമിൽ പഠിക്കുക കേട്ടോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. Then what do you mean by return on investment? This is one of the important ratio to find out the efficiency with which the firms are utilizing their capital. ഒരു ഫേം അതിൻ്റെ ക്യാപിറ്റൽ എത്രത്തോളം നന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത്, എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഫേമിൻ്റെ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് നമ്പർ ഓഫ് ടൈംസ് that the total capital employed was turned into sales volume. ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ ക്യാപിറ്റൽ എത്ര പ്രാവശ്യം സെയിൽസ് വോള്യത്തിലേക്ക് സെയിൽസായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, സെയിൽ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് അതിന് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. റിട്ടേൺ എങ്ങനെയാണ് വരുന്നത്? പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുമ്പോഴാണ് ക്യാഷ് ആയിട്ട് മാറുന്നത്. അതിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ആ പ്രോഫിറ്റാണ് റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്ര പ്രാവശ്യം സെയിൽസായിട്ട് റിട്ടേൺ ആവുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ROIയിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫേമിൻ്റെ എഫിഷ്യൻസിയാണ്, എത്രത്തോളം നന്നായിട്ട് ഫേം ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദ ടേം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻക്ലൂഡ് ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. നമുക്കറിയാം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അസറ്റ് സൈഡിൽ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി ലെസ് ചെയ്താൽ മതിയാവും. അതല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ എടുത്തിട്ട് അതിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി മാത്രം മാറ്റിവെക്കാം. അങ്ങനെയാണെങ്കിലും ശരിയാണ്. ഷെയർഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കൂടെ ലോങ് ടേം ഡെപ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടും. ദെൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ROI. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് വരിക. ലെസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ടാക്സും ഇൻട്രസ്റ്റും ലെസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ് എടുക്കേണ്ടത്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണല്ലോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? GP മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്ന എക്സ്പെൻസസ് ലെസ് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമുക്കറിയാം ടോട്ടൽ അസറ്റ് എന്ന് കറൻറ്റ് ലയബിലിറ്റി ലെസ് ചെയ്യുക. അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കൂടെ ഡെപ്റ്റ് ആഡ് ചെയ്യാം. അത് കറൻറ്റ് ലയബിലിറ്റി അല്ലാത്ത ഡെപ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഐഡിയൽ ആയിട്ടുള്ള ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ എന്ന് പറയുന്നത് 15% ആണ്. ROI ഒരു 15% ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ROI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് PBIT എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് തറോ ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രോബ്ലംസ് ചോദിക്കും. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ROI? ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ പ്ലാനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ROI. ക്യാപിറ്റൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മെഷർ ദി സക്സസ് ഓഫ് ബിസിനസ്. ഇതെന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിൻ്റെ സക്സസ് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മെഷർ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നല്ല ഫേം ആണെങ്കിൽ എന്താണ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫേം ആണെങ്കിൽ അതിന് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടും. നെക്സ്റ്റ് എക്സാമ്പിൾ. From the following information, calculate return on investment. Net fixed assets 2,60,000. അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 1 lakh, 13% പ്രിഫറൻസ് ഷെയർ 70,000,
11% ഡിബഞ്ചർ 60,000, റിസർവ്സ് 30,000. ഇത്ര ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതിന് പുറമെ കറണ്ട് അസറ്റ് 1 lakh, കറണ്ട് ലയബിലിറ്റി 80,000, ഗ്രോസ് പ്രോഫിറ്റ് 1,40,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 18,000, സെല്ലിംഗ് എക്സ്പെൻസ് 14,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ 15,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 23,000, നെറ്റ് പ്രോഫിറ്റ് 70,000. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് PBIT, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇത്രയാണല്ലോ വേണ്ടത്. ഇതിൽ PBIT എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മതി. അതിന് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ നമുക്ക് PBIT കിട്ടും അല്ലേ. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും ലെസ് ചെയ്യാം. ഓക്കെ, ഇൻട്രസ്റ്റും ടാക്സും ലെസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ഇൻട്രസ്റ്റും ടാക്സും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് 1,40,000 ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്യുക. 32,000 ലെസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,08,000 കിട്ടും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് 70,000 തന്നിട്ടുണ്ട്. തിരിച്ച് ഇൻട്രസ്റ്റും ടാക്സും ആഡ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും ടാക്സും ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് അല്ലേ. അപ്പോൾ തിരിച്ച് ആഡ് ചെയ്താൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റും ടാക്സും കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റും ആഡ് ചെയ്യുക, അതേപോലെ ടാക്സും ആഡ് ചെയ്ത് കൊടുത്താൽ 1,08,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെറ്റ് ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ കറണ്ട് അസറ്റ് ആഡ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2,60,000 ആണ്. കറണ്ട് അസറ്റ് 1 lakh തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി 80,000 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടി. ഓക്കെ അല്ലേ? ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI ഇസ് ഈക്വൽ ടു എന്താണ്? PBIT പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,08,000 ആണ്, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 2,80,000 ഇൻറ്റു 100. ദാറ്റ് മീൻസ് 38%, 38.6% റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇതാണ് നമുക്ക് ROI കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് റേഷ്യോ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ മുകളിലുള്ള റിട്ടേൺ, അതാണ് ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ദിസ് റേഷ്യോ ഹെൽപ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ഫേം ടു നോ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ഫോമിൽ അവർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് റിട്ടേൺ ആയിട്ട് എന്നുള്ളത് അറിയാനാണ് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് എ പെർസെൻറ്റേജ് ബൈ യൂസിങ് ദി ഫോർമുല. ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുത്ത് ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ മുകളിൽ കാണുമ്പോൾ. ഓക്കെ, ഇൻട്രസ്റ്റ് മാറ്റണം, ടാക്സ് കൊടുക്കാനുള്ളത് അതും കൊടുക്കണം, ബാക്കിയുള്ള ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ കാണണം. ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഏതൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. ഓക്കെ, അപ്പോൾ P&L അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതും വരും. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, P&L അക്കൗണ്ട് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും. ഇനി ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നല്ലേ. അപ്പോൾ എടുക്കേണ്ട പ്രോഫിറ്റ് മറക്കരുത്, ഇൻട്രസ്റ്റും ടാക്സും ലെസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. അതായത് സെയിൽസ് നിന്ന് CGS ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, അതിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും ലെസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അതെടുക്കാൻ പാടുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മതിയായ റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാനാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആ ഒരു റേഷ്യോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. It indicates how effectively the shareholders fund have been utilized by the company. ഷെയർഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം നല്ല രീതിയിലാണ്
ഫേം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്, കമ്പനി വളരെ നന്നായിട്ട് തന്നെ ഷെയർഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മുകളിൽ മാത്രമായിട്ടുള്ള റിട്ടേൺ അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഏത് ക്യാപിറ്റൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന എമൗണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ക്യാൻ ബി അസസ്ഡ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന എമൗണ്ടിൻ്റെ മുകളിൽ മാത്രം പ്രോഫിറ്റബിലിറ്റി കാണാം. ആ ഒരു എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ അവർക്ക് എത്രത്തോളം ഏർണിങ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാനാണ് ഈ ഒരു റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നാണ് കേട്ടോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് വളരെയധികം ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ക്യാപിറ്റലാണ് എടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ഏതെടുക്കണം? പ്രോഫിറ്റ് ടാക്സ് ഒക്കെ ലെസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റും കൂടെ ലെസ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലെസ് ഡിവിഡൻറ്റ്. ഏത് ഡിവിഡൻറ്റ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ്. അതും കൂടെ ലെസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. എല്ലാ റേഷ്യോ നിങ്ങൾ എഴുതുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക, അങ്ങനെയാകുമ്പോൾ മറക്കില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഞാൻ പറയാൻ പോവാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് അറിയാനാണ് ഈ റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കാം. ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ക്യാൻ ബി അസസ്ഡ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി അതിൽ നിന്നും കമ്പനി ഏൺ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് അണ്ടർ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് തന്നെ എടുക്കണം. അതായത് ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻറ്റും കൂടെ ലെസ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന എമൗണ്ടിൻ്റെ മുകളിൽ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും അവിടെ എടുക്കാൻ പാടില്ല. ഇക്വിറ്റി ക്യാപിറ്റലും അവർക്കുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസും മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റും റിസർവ്സും മാത്രം ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുമ്പോൾ. ഇനി പ്രോഫിറ്റ് എടുക്കുമ്പോൾ ടാക്സും ഡിവിഡൻറ്റൊക്കെ ലെസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇക്വിറ്റി ക്യാപിറ്റൽ എത്രത്തോളം നന്നായിട്ട് ഫേം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദെയർ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി. അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, കമ്പനിയിലൂടെ അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ടു നോ ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു പേ ഡിവിഡൻഡ് ടു ദെം. എത്രത്തോളം പ്രോഫിറ്റ് അവൈലബിൾ ആണ് അവർക്ക് ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട്. പ്രോഫിറ്റബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഡിവിഡൻറ്റ് കൊടുക്കുകയുള്ളൂ അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോലെ പ്രിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അവർക്ക് പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഏൺ ചെയ്യാം, എത്രത്തോളം ഡിവിഡൻറ്റിൻ്റെ ഷെയർ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം ഡിവിഡൻറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാം. ദിസ് റേഷ്യോ ഈസ് എ മോർ മീനിങ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഈ റേഷ്യോ കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. നെക്സ്റ്റ് റേഷ്യോ ഏർണിംഗ് പെർ ഷെയർ, EPS. ഏർണിംഗ് പെർ ഷെയർ. ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ഫ്രം ദി പോയിന്റ് വ്യൂ ഓഫ് ദ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ഈസ് അനലൈസ്ഡ് ത്രൂ ദി റേഷ്യോ EPS. It measures the profit available to equity shareholders on a
പെർ ഷെയർ ബേസിസ്. ഒരു ഷെയറിൻ്റെ മുകളിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത മുകളിലല്ല, ഒരൊറ്റ ഷെയറിൻ്റെ മുകളിൽ അവർക്ക് എത്ര ഏണിംഗ് കിട്ടുന്നുണ്ട് എന്നാണ് ഇതിലൂടെ അറിയാൻ പറ്റുക. ദി എമൗണ്ട് ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ഓൺ എവറി ഷെയർ ഹെൽഡ്. ഓരോ ഷെയർ അവർ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ നമ്പർ 1 2 ഓരോ ഷെയറിൻ്റെ മുകളിൽ, ഈച്ച് ആൻഡ് എവറി ഷെയറിൻ്റെ മുകളിൽ എത്ര ഏണിംഗ് കിട്ടുന്നുണ്ട് പെർ ഷെയറിൻ്റെ മുകളിൽ കേട്ടോ, അതാണ് അറിയുന്നത് ഏണിംഗ് പെർ ഷെയർ. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തന്നെയാണ് ഇവിടെ എടുക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടല്ല എടുക്കുക, ഇവിടെ എത്ര ഷെയർ അവർ ഹെൽഡ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർ ആണ് എടുക്കേണ്ടത് കേട്ടോ. 20,000 ഷെയർസ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 20,000 ആണ് കൊടുക്കുക. അപ്പോൾ EPS ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അവരെത്ര ഷെയർ ഹെൽഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്ര പ്രോഫിറ്റാണ് കിട്ടുന്നത്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി ഏർണിംഗ് പെർ ഷെയർ കാണുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഏർണിംഗ് കിട്ടുന്നുണ്ട് എന്നറിയും. അതിലൂടെ തന്നെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ദിസ് റേഷ്യോ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യും. ആ കമ്പനിയുടെ ഷെയറിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ആ ഷെയർ പർച്ചേസ് ചെയ്യണോ, ഏത് കമ്പനിയുടെ ഷെയറാണ് പർച്ചേസ് ചെയ്യേണ്ടേ എന്നുള്ളത് EPS അനലൈസ് ചെയ്യുന്നതിലൂടെ EPS എത്രയാണെന്നുള്ളത് അറിയുന്നതിലൂടെ ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് സാധിക്കാറുണ്ട്. അപ്പോൾ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനും EPS ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി EPSൻ്റെ കാൽക്കുലേഷൻ. ഫൈൻഡ് ഔട്ട് EPS ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8 lakh, ഒരു ഷെയറിന് 100 rupees വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 8,000 ഷെയറാണ് ഉണ്ടാവുക. 8,000 ഇൻറ്റു 100 8 lakh. 13% പ്രിഫറൻസ് ഷെയർ ഉണ്ട്, അത് 6 lakh ആണ്. 150 വെച്ചിട്ടാണ് ഒരു ഷെയറിൻ്റെ റുപ്പീസ് എമൗണ്ട് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ടാക്സിന് മുന്നുള്ള പ്രോഫിറ്റ് 2,50,000 ആണ്. ടാക്സ് റേറ്റ് 40% തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. EPS എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? നെറ്റ് പ്രോഫിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർസ് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ലെസ് ചെയ്യണം, ഡിവിഡൻറ്റും ലെസ് ചെയ്യണം. 2,50,000 നിന്ന് 40% ടാക്സ് ലെസ് ചെയ്യാം. ആദ്യം 40% എന്ന് പറയുമ്പോൾ 1 lakh rupees വരും. അപ്പോൾ 1,50,000 കിട്ടി അല്ലേ, അന്ന് ഡിവിഡൻറ്റ് ലെസ് ചെയ്യണ്ടേ. 6 lakhൻ്റെ മുകളിൽ 13% ഡിവിഡൻറ്റ് കാണാം. അപ്പോൾ 78,000 കിട്ടും. ഇപ്പോൾ 78,000 ആണ് ഡിവിഡൻറ്റ് കിട്ടിയിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യാം. ഏതിന്ന് ലെസ് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 2,50,000 1 lakh ടാക്സും ലെസ് ചെയ്തു, 78,000 പ്രിഫറൻസ് ഡിവിഡൻറ്റും ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 72,000 പ്രോഫിറ്റ് കിട്ടി. എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 8,000. നമുക്കറിയാം 8 lakh rupees ആണ്, ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഒരു ഷെയറിന് 100 രൂപയാകുമ്പോൾ 8,000 ഷെയർസ് ഉണ്ട്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോഴേ നമ്മൾ പറഞ്ഞു EPS ഇസ് ഈക്വൽ ടു 72,000. അത് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ടാക്സും ലെസ് ചെയ്തു, ഡിവിഡൻറ്റും ലെസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് കേട്ടോ. 72,000 ഡിവൈഡഡ് ബൈ 8,000 ഷെയർസ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ മുകളിൽ 9 രൂപയാണ് EPS. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.